Yamaha RayZR vs NTorq RaceEdition ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഓട്ടോ സാപ്പിൻസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ട് വണ്ടിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ബോത്ത് ലുക്കിനായാലും പെർഫോമൻസിലായാലും ഒട്ടും തന്നെ ഒരു കുറവില്ലാത്ത രീതിയിലാണ് അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് ഒട്ടും കോമ്പറ്റീഷൻ രണ്ടിലൊന്നും പറയത്തില്ല. ലുക്സ് ബേസിൽ ആയിക്കോട്ടെ പെർഫോമൻസിലായിക്കോട്ടെ ഒരുപടി മുന്നിൽ നിൽക്കും, സെഗ്മെൻറ്റിൽ തന്നെ ഒരുപടി മുന്നിൽ നിൽക്കും എന്ന് നമുക്ക് പറയാം. RayZR ആയിക്കോട്ടെ നമുക്ക് ലുക്ക് ബേസിൽ നോക്കുകയാണെങ്കിൽ BS4 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് ആണ് ഇപ്പോൾ BS6 വന്നേക്കുന്നത്. പക്ഷേ NTorq നമുക്കറിയാം, NTorq ഓവറാൾ അപ്ഗ്രേഡ് ചെയ്തൊരു വെർഷൻ ആയിരുന്നു BS4. അതിൽ കുറച്ച് അപ്ഗ്രേഡേഷൻ കൂടിയിട്ടുണ്ട് എന്നല്ലാതെ എടുത്തു പറയേണ്ട ഒരുപാട് മാറ്റങ്ങൾ NTorqൽ വരുന്നില്ല. സോ നമുക്കിതിൻ്റെ മെയിൻ വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NTorqൽ ഒരു ഹസാർഡസ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് യമഹ RayZRൽ വരുമ്പോൾ അത് ഡിസപ്പിയർ ആണ്, അത് കൊടുത്തിട്ടില്ല. പിന്നെ അടുത്തതായി നമ്മൾ നോട്ടീസ് ചെയ്യുന്നൊരു ചേഞ്ചാണ് എൻജിൻ കിൽ സ്വിച്ച് NTorqൽ വന്നിട്ടുണ്ട്. എന്നാൽ യമഹയിൽ വന്നിരിക്കുന്നത് ഒരു മൾട്ടി ഫങ്ഷൻ സ്വിച്ചാണ്. ജസ്റ്റ് സ്റ്റാർട്ട്സ് ഓൺ ഓഫ് സ്വിച്ചാണ്. അതൊരു മോഡ് പ്രകാരം വന്നേക്കുന്ന സ്വിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു മോഡ് ആണ് ആ ഒരു ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടുള്ളത്. ഇൻ കേസ് നമ്മളൊരു ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന ടൈമിൽ വണ്ടി ത്രോട്ടിലിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡിൽ വണ്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി ഓഫ് ആവും. എന്നിട്ട് പിന്നെ വേണം, അതായത് ത്രോട്ടിൽ കൊടുക്കുന്ന ടൈമിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാവും. നമ്മൾ ജസ്റ്റ് സെൽഫ് അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതും എന്തായാലും യമഹയിൽ കൊണ്ടുവന്നിരിക്കുന്ന എന്തായാലും ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. BS4ലൊക്കെ ഇത് ആബ്സെൻ്റ് ആയിരുന്നു, ഇപ്പം നിലവിൽ അത് പ്രസൻ്റ് ആണ്. അതെന്തായാലും കൊള്ളാം. പിന്നെ ഇതിൽ ഏറ്റവും ബെസ്റ്റ്, സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ്, എന്നാൽ ബൈക്കിനെ പോലും വെല്ലും എന്നൊരു ഫീച്ചർ NTorqലുണ്ട്. അതിൻ്റെ ഒരു കൺസോളാണ്. അത് എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടമാണ്. അത് കമ്പയർ ചെയ്യത്തില്ല, RayZRുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യത്തില്ല. അത്രത്തോളം ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു സ്കൂട്ടർ തന്നെയാണോ ഈ കൺസോൾ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു കൺസോളാണ് NTorqൽ വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഒരുപാട് ക്രെഡിറ്റ് തന്നെ നമുക്ക് TVSന് കൊടുക്കേണ്ടി വരും. ആ രീതിയിലുള്ളൊരു കൺസോൾ സിസ്റ്റമാണ്. ബ്ലൂടൂത്ത് വിത്ത് നാവിഗേഷനുള്ള ഒരു കൺസോളാണ്. എന്നാൽ RayZR വരുമ്പോൾ നേരത്തെ അനലോഗ് ഡിസ്പ്ലേ ആയിരുന്നത് ഇപ്പോൾ ഫുള്ളി ചേഞ്ച് ചെയ്ത് ഡിജിറ്റലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു കൺസോൾ നമുക്ക് NTorqുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യത്തില്ല. കാരണം അത് നല്ലൊരു ലെവൽ കൂടിയൊരു കൺസോൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അടുത്ത നമുക്കിതിൻ്റെ എൻജിൻ സൈഡ് നോക്കാം. യമഹ RayZRൽ 125cc എയർ കൂൾഡ് എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. 8.5 bhp പവറും 7 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ ഡെലിവർ ചെയ്യുന്നത്. അതേസമയം നമ്മൾ NTorq നോക്കുകയാണെങ്കിൽ 125cc എഞ്ചിനാണ്, FI എഞ്ചിനാണ് രണ്ടിൽ യൂസ് ചെയ്യുന്നത്. ഇതിലും അതുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 9.4 bhp പവറും 10.5 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ ഡെലിവർ ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ബ്രേക്കിംഗ് നോക്കാം. യമഹ RayZRൽ വന്നിരിക്കുന്നത് UBS സിസ്റ്റമാണ്, യൂണിഫൈഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. യമഹ അവതരിപ്പിച്ചിരിക്കുന്ന ബ്രേക്കിംഗ് സിസ്റ്റമാണ്. എന്നാൽ NTorqലാവട്ടെ സിഗ്നറൈസ്ഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ലൈറ്റ്സിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ NTorq ഫുള്ളി LED ആണ്. ഹെഡ്ലൈറ്റ് ആയിക്കോട്ടെ ടെയിൽ ലൈറ്റ് ആയിക്കോട്ടെ എല്ലാം LED യൂണിറ്റാണ് വന്നിരിക്കുന്നത്. എന്നാൽ RayZRൽ എല്ലാം LED എന്ന് പറയത്തില്ല. ടെയിൽ ലൈറ്റ് വന്നിട്ട് ഹാലജൻ തന്നെയാണ് ഇപ്പോഴും പ്രൊവൈഡ് ചെയ്ത് പോകുന്നത്. അതും കൂടെ ഒന്ന് മാറ്റാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ഓവറോൾ വെയിറ്റ് വരുന്നത് 108 കിലോഗ്രാമാണ് NTorq RaceEditionൻ്റെ വെയിറ്റ് വരുന്നത്. RayZRലാവട്ടെ 99 കിലോഗ്രാമാണ് അതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. പിന്നെ അടുത്ത നമുക്ക് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നോക്കാം. 5.8 ലിറ്റർ കപ്പാസിറ്റിയാണ് NTorq RaceEditionൽ. എന്നാൽ RayZRലാവട്ടെ 5.2 ലിറ്റേഴ്സിൻ്റെ കപ്പാസിറ്റിയാണ് ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് സസ്പെൻഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വിത്ത് ഹൈഡ്രോളിക് ഡാമ്പേഴ്സ് ആണ്. റിയർ കോയിൽ സ്പ്രിംഗ് വിത്ത് ഹൈഡ്രോളിക് ഡാമ്പേഴ്സ് ആണ് NTorq RaceEditionൽ. എന്നാൽ RayZRൽ വന്നിട്ട് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോർ സസ്പെൻഷനും റിയറിലാവട്ടെ യൂണിറ്റ് റിഗ് സസ്പെൻഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. യമഹ RayZRൽ 2 വേരിയൻസും കൊടുത്തിട്ടുണ്ട്. ഡ്രം ആൻഡ് ഡിസ്ക് അങ്ങനെയുള്ള 2 വേരിയൻസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ NTorqൽ അങ്ങനെ ഒരു വേരിയൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസും ഈ 2 വണ്ടിയിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. NTorq RaceEditionൽ 155 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. എന്നാൽ RayZRൽ 145 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഇതിൻ്റെ രണ്ട് പ്രൈസ് നോക്കുമ്പോൾ 72 to 78,000 ആണ് എൻടോർക്ക് റേസ് എഡിഷന് വരുന്ന പ്രൈസ്. എന്നാൽ RayZR ആവട്ടെ 67 to 72 വരെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് എക്സ് ഷോറൂം പ്രൈസാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വണ്ടി ഏതാണെന്ന്. നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ളതൊന്ന് ചൂസ് ചെയ്യുക. പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടൊക്കെ നടക്കുക. സേഫ് ആൻഡ് ഗുഡ് ബൈ.